എന്ന മണ്ഡലം എന്ന് പറയുന്നത് ജയിക്കാൻ സാധ്യത കുറവാണ്. കാരണം അവിടുത്തെ ജനങ്ങൾ മുഴുവൻ പല കാര്യങ്ങൾ കൊണ്ട് എതിരായിട്ട് നിൽക്കുകയാണ്. അവിടുത്തെ ഒരു അന്തരീക്ഷം അവിടുത്തെ ഒറ്റയ്ക്ക് UDF ജയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് BJP-യുമായിട്ടൊരു ഡീലുണ്ടാക്കിയിരിക്കുകയാണ്. നിയമവും അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മത്സരിക്കുന്ന മണ്ഡലവും തമ്മിൽ ഒരു ഡീലുണ്ടാക്കിയിരിക്കുകയാണ്. ആ ഡീല് അതിന് തെളിവൊന്നുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത്. മുമ്പും അത് ഉണ്ടാക്കിയിട്ടുണ്ട്. കോൺഗ്രസ്സിന് അത് പുത്തിരിയല്ല. കോൺഗ്രസ് മുമ്പും ഇതുപോലുള്ള ഒരു ഒത്തുതീർപ്പുണ്ടാക്കിയതിൻ്റെ ഫലമായി ഞാൻ തോറ്റിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്. 10,000 വോട്ട് UDF പിടിച്ച കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് നിയമമണ്ഡലത്തിൽ. അത് ഡീലാണല്ലോ. ഇപ്പം മുരളീധരൻ മത്സരിച്ചപ്പോൾ അതിൻ്റെ 3 ഇരട്ടി കിട്ടിയില്ല വോട്ട്. പിന്നെ ഈ ബഹുമാനപ്പെട്ട ഗാന്ധിജിയെ ഞാൻ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞാണല്ലോ ഈ ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടും മനുഷ്യൻ കേട്ടാൽ അരയ്ക്കുന്ന നിലയിലുള്ള വൃത്തികെട്ട പ്രസംഗം അദ്ദേഹം നടത്തിയത്. ഞാൻ അങ്ങനെ ഒന്നും സോണിയാഗാന്ധിജിയെ മോശപ്പെടുന്ന രൂപത്തിൽ പറഞ്ഞില്ലല്ലോ. കോൺഗ്രസ്സിലുള്ളവർ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ മദാമയെന്ന് വിളിച്ചിട്ടില്ലേ അവരെ കോൺഗ്രസ് നേതാക്കന്മാർ? ഞാൻ ആ നിലയ്ക്കൊന്നും പോയില്ലല്ലോ. അതാ. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ ആൾക്കാരെയും പരിഹസിക്കുക. ഞാനാണ് എല്ലാത്തിനും അതീതനായിട്ടുള്ള വ്യക്തി. ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള സ്ഥിതി എന്നറിയാം. സമയം നീണ്ടു പോവുകയാണല്ലോ. കുറച്ച് സമയം കൂടുതലെടുത്തല്ലോ. കുറേ നല്ല കാര്യങ്ങളും പ്രഖ്യാപിച്ചല്ലോ. അസ്വസ്ഥനായിട്ടുണ്ട്. ഇങ്ങോട്ട് തിരിയുന്നു, പുറകോട്ട് തിരിയുന്നു, എണീക്കുന്നു, അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു. അദ്ദേഹത്തിനല്ലാതെ ലോകത്ത് വേറെ ആരെ അദ്ദേഹം അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. അതിനെതിരായിട്ട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വായുധത്തിനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനെന്തായാലും മതിയാക്കി. ഇനി അയാൾക്ക് അവിടെ നിയമത്തൊന്ന് മത്സരിക്കാതിരിക്കുകയോ എന്തുവേണോ ചെയ്തിട്ട്. എന്തായാലും ഈ ഡീലിനെ സംബന്ധിച്ചിടത്തോളം തെളിവൊന്നുമില്ല. ചില വിവരങ്ങൾ കിട്ടിയിട്ടുള്ളതാണ്. കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമെങ്കിലും ഇത്രയും ശക്തിയായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ BJP-ക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു നിലപാട് എടുക്കുന്നു എന്നുള്ളതിൽ ഇടപെടണമെന്നുള്ള അഭിപ്രായമാണുള്ളത്. മറ്റൊരു കാര്യം കൂടി, ഇപ്പം ശശി തരൂർ കുറച്ച് നാളായിട്ട് കോൺഗ്രസുമായിട്ട് അത്ര സുഖത്തിലായിരുന്നില്ല. പക്ഷെ ഇന്ന് വീണ്ടും ശശി തരൂർ കോൺഗ്രസിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു. അതിനോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ മുഖമായി തരൂർ ഇനി പ്രവർത്തിക്കുമെന്നാണ് നേതാക്കളൊക്കെ പ്രതികരിച്ചത്. തരൂരിനെ ഭീഷണിപ്പെടുത്തി കൊണ്ടവിടെ ഇരുത്തിയല്ലേ. മാധ്യമങ്ങളിലൊരു പടം വരാൻ വേണ്ടിയും കോൺഗ്രസിനകത്ത് ഭിന്നതയൊന്നുമില്ലാതെ കാണിക്കാൻ വേണ്ടിയും കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കന്മാരുടെ അടുത്തേക്ക് കോൺഗ്രസിൻ്റെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുത്തിയതാണ്. മനസ്സോടെ അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം. ടെലിവിഷനിലൂടെ മനസ്സോടെ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണെന്നറിയാം. അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വെച്ച് നോക്കുമ്പോൾ തൽക്കാലം അദ്ദേഹം ഇത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം കോൺഗ്രസ് ജയിക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെ പാർട്ടി CPM എന്ന് പറഞ്ഞാൽ ജനകീയ ജനാധിപത്യ പരമായിട്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. ഈ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നതിന് വേണ്ടി ഒരു നടപടിക്രമമുണ്ട്. പാർട്ടി മെമ്പർഷിപ്പ് ആരെയും ഈ പാർട്ടിയിൽ വേണ്ടാന്ന് പറയുന്നില്ല. ഞങ്ങൾ പാർട്ടിയുടെ തത്വങ്ങളും പാർട്ടിയുടെ ഭരണഘടന അംഗീകരിക്കുന്ന ആരെയും പാർട്ടിയിലെടുക്കും. ആരും ഈ പാർട്ടിയിൽ വേണ്ടാന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ എന്നാൽ അവരെ പൂർവ്വകാല ചരിത്രം കൂടെ നമ്മൾ നോക്കും. വർഗീയതയ്ക്കെതിരെയുള്ള നിലപാട് എന്താണ് എടുത്തിട്ടുള്ളത്, അത്തരം കാര്യങ്ങൾ കൂടി ഞങ്ങൾ നോക്കും. ശശി തരൂർ പാർട്ടി ഭരണഘടന അംഗീകരിച്ച് പാർട്ടിയുടെ നയപരിപാടികൾ അംഗീകരിച്ച് ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണോ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വരുന്നത് ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് വന്നാൽ പാർട്ടി എടുക്കുന്നതിന് തടസ്സം. വിദ്യാഭ്യാസത്തോട് ബന്ധപ്പെട്ട് കുറച്ച് ദിവസം മുൻപ് ഈ പാലക്കാട് പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന ഒരു 9ാം ക്ലാസ് വിദ്യാർത്ഥി തൂങ്ങി മരിച്ചിട്ടുണ്ട്. സീനിയേഴ്സിൻ്റെ റാഗിങ് കാരണമാണ് മരിച്ചതെന്നാണ് പിതാവെന്ന് ആരോപിച്ചത്. പക്ഷേ CBSE സ്കൂൾ പബ്ലിക് സ്കൂൾ. അപ്പോൾ കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ ഈ സ്കൂളിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. പരാതി കൊടുത്തിട്ടും സ്കൂള് അതിൽ നടപടി സ്വീകരിച്ചില്ല, പൂഴ്ത്തി വെച്ചു. ശ്രദ്ധയിൽ എൻ്റെ ശ്രദ്ധയിൽ വന്നില്ല. പക്ഷേ സംഭവം എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അവിടെ നടത്തിയ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതിലൊരു കുറച്ചുകൂടെ ഗൗരവമായിട്ട് ഗവൺമെൻറ്റും വിദ്യാഭ്യാസ വകുപ്പും ഇടപെടാൻ വേണ്ടി പോവുക.
മന്ത്രി വി ശിവൻകുട്ടിയാണ് മാധ്യമങ്ങളെ കണ്ടത്. നേമത്തും പറവൂരും BJPയുടെ ഡീലെന്ന് പറയുന്നു. VD സതീശനെതിരെ ആഞ്ഞടിക്കുകയാണ് വി ശിവൻകുട്ടി. പ്രതിപക്ഷ നേതാവിനെതിരെയാണ് ശിവൻകുട്ടി ഇപ്പോൾ സംസാരിച്ചത്. സതീശൻ എല്ലാത്തിലും വലുത് താനാണ് എന്ന ഭാവമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. പ്രത്യേകിച്ചും നേമത്തും പറവൂരും BJPയുടെ ഒരു ഡീലുണ്ട് എന്നുള്ള കാര്യമാണ് വി ശിവൻകുട്ടി ഇപ്പോൾ പറയുന്നത്.